എല്ലാ ദഹന പ്രശ്നങ്ങളും IBS അല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ വിചാരിക്കും എല്ലാ ദഹന പ്രശ്നങ്ങളും ഇനി IBS കൊണ്ടാണോ. ഡോക്ടറുടെ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം IBSന്റെ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം. ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം, നമ്മുടെ വൻകുടൽ, ചെറുകുടൽ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് അഥവാ പെരിസ്റ്റാൾസിസിന്റെ വേഗതയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് ഈ പറയുന്ന IBS എന്ന് പറയുന്നത്. എന്നാൽ ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗട്ടിന്റെയും അതുപോലെ സ്റ്റൊമക്കിന്റെ ഇന്നർ ലൈനിങ്ങിൽ ഇതുപോലെ നീർക്കെട്ട് വരുത്തി അൾസറുകൾ ഉണ്ടാക്കുന്ന മറ്റു ചില രോഗങ്ങളാണ് ഗ്യാസ്ട്രിക് അൾസർ, അല്ലെങ്കിൽ നമുക്ക് ക്രോൺസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിലും ഇതുപോലെ തന്നെ IBS ഉള്ളവർക്കുള്ള രോഗലക്ഷണങ്ങൾ തന്നെ ഒരുപക്ഷെ കാണിച്ചേക്കാം. പ്രത്യേകിച്ച് IBS ഉള്ളവരിൽ കാണുന്നു വരുന്ന ലക്ഷണമാണ് കൂടെ വയറ്റിന്ന് പോകണം, ചില ദിവസം വയറിളകി പോവുക, ചില ദിവസം മലബന്ധമായിട്ട് അനുഭവപ്പെടുക. പക്ഷേ ഇങ്ങനെയുള്ളവർ മറ്റു അനുബന്ധ രോഗങ്ങൾ, വയറിന്റെ അൾസറാണോ അല്ലെങ്കിൽ കുടലിൽ ഇതുപോലെ പുണ്ണ് അങ്ങനെയുള്ള എന്തെങ്കിലും വന്നതാണോ എന്ന് അറിയണമെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നത് പലപ്പോഴും IBSന്റെ വയറുവേദന വരുമ്പോൾ അത് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്കത് റിലീഫ് വരാറുണ്ട്. പക്ഷേ വയറിന് ഇതുപോലെ വേദനയുണ്ട്, അത് അസഹനീയമായ വേദനയാണ്, നമുക്കൊരു പർട്ടിക്കുലർ പാർട്ടിൽ തന്നെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള വേദന, സൂചി കുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ഇരിക്കുന്നു, വിട്ട് മാറുന്നില്ല, അതുപോലെ അത് ടോയ്ലറ്റിൽ പോയിട്ടും അത് മാറുന്നില്ല, ഇതുപോലെ എന്തെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴും ചോര കാണുന്നു, പഴുപ്പ് കാണുന്നു, ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും IBS ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മറ്റ് അനുബന്ധ രോഗങ്ങളാണോ എന്ന് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്.